അപ്പൊ വലിയൊരു മമ്മി ട്രോളി കഴിഞ്ഞു. എന്റെ പെട്ടിനേക്കാളും വലുതാണ് എന്റെ കുട്ടീന്റെ പെട്ടി. ബിക്കോസ് കുട്ടിക്ക് എനിക്ക് അവിടെ പോയാൽ പിന്നെ ഇതായി പോകും, അയ്യോ അത് കൊണ്ടുവന്നാ മതിയായിരുന്നു, ഇത് കൊണ്ടുവന്നാ മതിയായിരുന്നു, അങ്ങനെ ആവാണ്ടിരിക്കാൻ നമ്മൾ. ഓക്കെ, ഇതൊക്കെ എന്താ? ഇത് എന്റെ ഉപ്പ സൗദി. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് നമ്മളോട് കുട്ടി ജനിച്ചു, ഇതെന്താ എന്ത് കുട്ടിയാന്ന് ചോദിച്ചാൽ ഇതെടുത്ത് അങ്ങ് കൊടുക്കാം. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്. തുറന്ന് കാണിക്കാൻ, ഇതൊക്കെ അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് എന്റെ ഉമ്മ. എല്ലാ ഡ്രസ്സസും അങ്ങനെ തന്നെ ചെയ്യണം. ഹോസ്പിറ്റലിൽ ആക്ച്വലി ഇതൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ അലക്കിയിട്ടോ ക്ലീൻ ചെയ്തിട്ടൊന്നും ആവില്ല. ഹോസ്പിറ്റലിലുള്ള സ്റ്റോറിന്നൊക്കെ മേടിക്കാവുന്നത്. അപ്പൊ കഴിയുന്നതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേബിക്കുള്ളതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അലക്കി ഇതെല്ലാക്കി അയൺ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് ഉമ്മ അലക്കി ഉപ്പ തോർത്തിട്ട് മറ്റേ ക്ലോത്ത് ചെയ്തിട്ടു എല്ലാരും അയൺ ചെയ്തൊക്കെ വെച്ചതാണ്. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാല് റോംബർ ഉണ്ട്, കുട്ടിക്ക് ഫസ്റ്റ് ഇടാനുള്ള റോംബർ, പിന്നെ മിറ്റൻസ്, ഇത് റിസീവിങ് ബ്ലാങ്കറ്റ്. ഈ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ്, പിന്നെ 2 ടർക്കി ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്, മറ്റിങ്ങനെ കെട്ടുന്ന ടർക്കിയും പിന്നെ ഇതും വെച്ചിട്ടുണ്ട്, ഡയപ്പറും. ഡയപ്പർ പാഡിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, ക്ലോത്ത് ആയിരിക്കും. അത് എനിക്ക് ഏതാ ഫസ്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് സോ ഇത് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി നഴ്സിന്. എല്ലാം ഇതിനകത്തുണ്ട്. അതാണ് ഫസ്റ്റ് തിങ്. ഇതാവുമ്പോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഏത് റോംബറാണ് ഞാൻ. ഇത് ഫുൾ എക്സ്ട്രാ റോംബേഴ്സ് ആണ് ബേബീസിന്റെ. എന്തൊക്കെയാ, പിന്നെ ഇതിനകത്ത് മറ്റേ ഇങ്ങനത്തെ ഇതും വെച്ചിട്ടുണ്ട് ഞാൻ, ഇങ്ങനത്തെ ഉടുപ്പ്, ജബ്ല പറയുന്ന സാധനം. ഇതാണ് ഇനീഷ്യൽ സമയത്തൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ. പിന്നെ റോംബേഴ്സും വളരെ നല്ലതാണ്. ഇങ്ങനത്തെ ബോഡി സ്യൂട്ട്സ് ഒക്കെ ആകുമ്പോൾ കുട്ടി കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാനും അവർക്കുള്ളൊരു പറ്റിയൊരു ഫുൾ റോംബറും ഉണ്ട്, പിന്നെ ഹാഫ് ഉണ്ട്, പിന്നെ അതിൽ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതാണ് റോംബേഴ്സ്. പിന്നെ അതിൽ തന്നെ ഞാൻ ക്യാപ്പും സോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുട്ടീന്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഔട്ട്ഫിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇത് ഫുൾ ടർക്കീസും സ്വാഡിൽസും ഒക്കെയാണ്. അപ്പോ ഇത് ഞാൻ ജസ്റ്റ് 2 എക്സ്ട്രാ ടർക്കീസ് വെച്ചിട്ടുണ്ട്, സ്വാഡിൽസ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ബർപ്പിംഗ് ക്ലോത്ത്സ്, മറ്റേ നമ്മുടെ ബർപ്പിംഗ് ക്ലോത്ത്സ് അവിടെ പോയി, ഇത് ബർപ്പ് ക്ലോത്ത്സ്, പിന്നെ ഫേസ് ടവൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ്. ഇനി ഇത് എക്സ്ട്രാ ഡയപ്പേഴ്സ്. ഇത് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ്. ഇത് ബാംബു ഡയപ്പേഴ്സ് ആണ്. ഇതിനെ കുറിച്ച് പ്രത്യേകം പറയണം, ഞാൻ കുറച്ച് സസ്റ്റൈനബിലിറ്റി. ഈ ഡയപ്പേഴ്സ് ടേപ്പ് ഡയപ്പേഴ്സ് ആണ്. ഈ പാൻ ഡയപ്പേഴ്സിനെക്കാളും കുറച്ചും കൂടെ ബേബിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും എല്ലാത്തിനും നല്ലത് ഇങ്ങനത്തെ ടേപ്പ് ഡയപ്പേഴ്സ് ആണ്. എല്ലാവരും പറയും മറ്റേ ഡയപ്പേഴ്സ് ആണ് കുറച്ചുകൂടെ ഇടാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ന്യൂ ബോൺസിന് ഇതാണ് കുറച്ചും കൂടെ കംഫർട്ട്. കാരണം അവർക്ക് അവരുടെ ബട്ടക്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് പാൻസ് പോലെ കയറ്റിടുക എന്നൊക്കെ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് അങ്ങ് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യാനും തിരിച്ച് വേറെ പുതിയതൊന്ന് ലൈക്ക് വെക്കാനും ക്ലീൻ ആയിട്ടുള്ള ഒന്ന് വെക്കാനും ഇങ്ങനത്തെ ഒട്ടിക്കുന്ന ഡയപ്പേഴ്സ് ആവുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, സോ ആ കമ്പാർട്ട്മെന്റ് കഴിഞ്ഞു. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് നമുക്ക് ആദ്യം കുട്ടിക്ക് ഇത് കൊടുക്കുമല്ലോ, നമ്മുടെ ജംസം വെള്ളം കൊടുക്കും, പിന്നെ തൊട്ട് കൊടുക്കുക. ഇത് പിന്നെ ഗോകർണം പാല് ഫസ്റ്റ് കൊടുക്കുന്ന അതെല്ലാം ഇത് ജംസം വെള്ളമാണ് ആക്കി വെച്ചത്. ജംസം വെള്ളം. ഇതൊക്കെ കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട്, ഇങ്ങനത്തെ ഈ ഗോകർണം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് തിളപ്പിച്ചൊക്കെ വെള്ളത്തിലിട്ടിട്ട് പാക്ക് ചെയ്തിട്ട് വെച്ചോളാം. ഇത് പിന്നെ ഇതെന്താ ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അത് ജസ്റ്റ് കുട്ടി ജനിച്ച പാട് ഇതിങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ഒരു ആഗ്രഹം. ഹലോ വേൾഡ്, കുട്ടി ഹലോ പറയാം. ഹലോ വേൾഡ്, ന്യൂ ഹിയർ. കുട്ടി പുതിയതല്ലേ. ഇത് എങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ മനസ്സിലായില്ല. ഇത് കാല് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ എടുക്കണോ? അല്ല, ഇതൊക്കെ എടുക്കാൻ ഞാൻ എങ്ങനെയാ കിടക്കാന്ന് അറിയില്ല. അവിടെ എന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ഇത് അതുപോലെയൊക്കെ എടുത്ത് ഞാൻ കൊടുക്കും, സോനുവിന് ഫവാസിനെല്ലാം കൊടുക്കും. ജെൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ജെൻ ചെയ്യായിരുന്നു. ഓക്കെ, പക്ഷെ എന്റെ പ്രസവം എടുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആവില്ലേ, അപ്പൊ പിന്നെ എന്റെ ഫോട്ടോ എടുക്കാലോ. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പം
ഓക്കെ. ഇത് നമ്മുടെ ഡ്രൈ ഷീറ്റ്സും. ഇതെന്താ? ഇത് ഷീറ്റ്, പൂക്കളുള്ള ഷീറ്റ് ബേബിനെ കിടത്താൻ. ഓക്കെ ഫൈൻ, നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ ഇത് ഇതൊക്കെ sheets കോട്ടൺ, തന്നെയാ? അതും ഷീറ്റ് തന്നെ. പിന്നെ ഇത് ഡ്രൈ ഷീറ്റ്. നമുക്ക് ഇത് ഇനീഷ്യൽ സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. യൂറിൻ ആയാലും മോഷനൊക്കെ ആയാലും അബ്സോർബ് ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു 3 ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലും കുറച്ച് എക്സ്ട്രാ ഡയപ്പേഴ്സും പിന്നെ മറ്റേ ഇത് നമ്മുടെ വാഷബിൾ ഇത് റീയൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സും ഇതാവുമ്പോ ഈ ക്ലോത്ത് പാഡ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതായ മതി. ഡയപ്പർ റാഷ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. നല്ലതാണ്. ഇത് ഫുൾ അത് തന്നെയാണ്. കുറെ എക്സ്ട്രാ പാഡ്സും എക്സ്ട്രാ അതിന്റെ ഉള്ളിൽ ക്ലോത്ത് ഡയപ്പേഴ്സ്. ക്ലോത്ത് ഡയപ്പേഴ്സിന്റെ ഫുൾ ഇതാണ് അതിനകത്തുള്ളത്. ചില ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണും മക്കളെയൊക്കെ ഇങ്ങനെ മറ്റേ ഡയപ്പേഴ്സ് വെച്ചിട്ട്, ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് വെച്ചിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു വിഷമം തോന്നും. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് പാഡ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്കും കംഫർട്ടബിൾ ആവും. ഈ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഈ റാഷ് കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇത് പ്യൂർ വാട്ടർ, ഇത് നമ്മുടെ വൈപ്സ്. ഇത് വെറ്റ് വൈപ്സ് ആണോ വാട്ടർ വൈപ്സ് ആണോ? വാട്ടർ വൈപ്സ് ആണ്. എന്റെ അടുത്ത് പറഞ്ഞില്ലേ വാട്ടർ വൈപ്സ് ആണ്. വാട്ടർ വൈപ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. വെറ്റ് വൈപ്സിനെക്കാളും കെമിക്കൽ ഇൻഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വരുന്നതാണ്. പ്യൂർ വാട്ടർ വൈപ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം കെമിക്കൽ ഫ്രീ ആയിരിക്കും വാട്ടർ വൈപ്സ്. അപ്പോൾ വാട്ടർ വൈപ്സ് ആണ് കുറച്ചും കൂടെ. ഒട്ടും കെമിക്കൽ ഇല്ല. ഇത് 99% വാട്ടർ മാത്രമുള്ളതായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഇത് എനിക്ക് ഇത് കുട്ടീന്റെ ടോയ്ലറ്ററീസ് ആണ്. അത് അവിടെ എത്രത്തോളം യൂസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ ജസ്റ്റ് വെച്ചിട്ട് അത് വേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ബേബിനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പൊക്കിൾ കൂടി വീഴുന്ന വരെ നമ്മൾ കുളിപ്പിക്കേണ്ടെന്നാ പറയാ യൂഷ്വലി. പൊക്കിൾ കൂടി വീണ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി കുളിപ്പിക്കാനൊക്കെ പറയാം. അപ്പൊ ആ ഒരു സമയം വരെ നമ്മൾ ബേബിനെ വൈപ്സ് വെച്ചിട്ട് വൈപ്പ് ചെയ്യലും ക്രീംസും മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല മണയിന്. ഓക്കെ. പക്ഷെ അധികം ഓവർ മണമില്ല, അങ്ങനെ ഭയങ്കര സ്ട്രോങ് മണല്ല, പക്ഷെ ഒരു മൈൽഡ് നല്ല മണം. അപ്പൊ അതും റാഷ് ഫേസ് ക്രീം അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അറിയില്ലല്ലോ. ഫേസ് ക്രീമിന്റെ ഒക്കെ ആവശ്യമില്ല. കുട്ടി കുറച്ച് സുന്ദരൻ. എന്റെ കുട്ടിയല്ലേ, വരുമ്പോ തന്നെ കുറച്ച് കോൺഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇതെന്തായിരുന്നു? ഓക്കെ. ഇതെന്താണെന്ന് വെച്ചാല് കുട്ടിക്ക് അത്യാവശ്യമായ ഗ്രൂമിങ് സെറ്റ്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇതൊന്നും ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വരില്ല. നിങ്ങളിപ്പോ ഒരു 2 days ഹോസ്പിറ്റൽ സ്റ്റേ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതില് ബ്രഷ് ഉണ്ട്, പിന്നെ നെയിൽ കട്ടർ ഉണ്ട്, ട്രിമ്മേഴ്സ് ഉണ്ട്, മൊത്തത്തിലുള്ള സെറ്റ്. അപ്പൊ ഇതാവുമ്പം നമുക്ക് എന്താവശ്യമുള്ള കോമ്പുണ്ട്. ഇതൊന്നും ഹോസ്പിറ്റലിലേക്ക് ആക്ച്വലി വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. ഇതോ? അത് നെയില് ട്രിം ചെയ്യണ. എല്ലാവരും സാധാരണ ഇങ്ങനെ കടിച്ചിട്ടൊക്കെ അല്ലേ ട്രിം ചെയ്യാം. കടിക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടല്ല. ഇതാവുമ്പോ ഇതിങ്ങനെ ഓരോ ഏജിലും ഉള്ള ട്രിമ്മ്, ഓരോ മന്തിലും യൂസ് ചെയ്യേണ്ട ഉണ്ട്. അപ്പൊ അതിങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കാം. ഗ്രൂമിങ് കിറ്റ്. ഇതൊന്നും ജനിച്ചപാട് ട്രിം ചെയ്യുമെന്നൊന്നും അറിയില്ല, എന്നാലും രസമല്ലേ. ഇതൊന്നും ഹോസ്പിറ്റലിൽ ഇതൊക്കെ ഒരു ആദ്യത്തെ എക്സൈറ്റ്മെന്റ്. ആദ്യമായിട്ട് ഞാൻ പ്രസവിക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഇനി എന്റെ ഉപ്പ സൗദിന്ന് കൊടുക്കുന്ന സാധനം ഉണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് കുറെ ഗ്യാസ് പോവാനാന്നാ പറയുന്നേ. ലുക്സ് നൈസ്. ബെൽറ്റ്, പെട്ടിയിലുള്ള ലാസ്റ്റ് സാധനം ഇത് എന്റെ കുട്ടീനെ കൊണ്ടുവരുമ്പോ ഉള്ളത്. അപ്പോ ഇത് കുട്ടീനെ മറ്റേ എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മളെ ഹോട്ട് ഡാഡി എന്തിനാ അത് ഫോട്ടോ എടുക്കാൻ. കുട്ടി കരഞ്ഞാലോ കിളിക്കി കൊടുക്കും. ബൂട്ടീസ് ഉണ്ട്. ഇത് എന്റെ ഉമ്മ എംബ്രോയിഡറി ചെയ്തതാണ് ഇതിമ ഫുൾ. ഇത് എന്തിനാന്ന് വെച്ചാല് ഇത് കുട്ടീന്റെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ്. വീട്ടിലേക്ക് നേരത്തെ പാരന്റ്സ് ഇടുന്ന പോലെ. അതെ, ബേബിക്ക് വരുമ്പോഴുള്ള ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ് ആയിരിക്കും ഇത്. ഇതും ഫീഡിങ് പില്ലോ. യെസ്, ഇത് നമുക്ക് കുട്ടീനെ ഫീഡ് ചെയ്യാൻ. ഇത് നല്ല ആക്ച്വലി കുറച്ചൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് നമ്മൾ കുറച്ചൊരു ഇനീഷ്യൽ സമയത്ത് കുറച്ചൊരു പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ബേബിനെ കിടന്നൊരിക്കലും നല്ലതല്ല. അപ്പൊ ബേബിനെ നമുക്ക് ഇത് ഫിക്സ് ചെയ്തിട്ട് വയറിനോട് ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ബേബിനെ അതിന്റെ മേളിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യാം. നമ്മൾ ഇനീഷ്യലി ഒക്കെ പറയും ഇതുപോലെ ഒരു പില്ലോ വെച്ച് ചെയറിലിരുന്ന് ബാക്കിലൊരു ബാക്ക് സപ്പോർട്ടിന് ഒരു പില്ലോ വെക്കുക, എന്നിട്ടൊരു കയ്യിലൊരു പില്ലോ വെക്കുക, എന്നിട്ട് ബേബിനെ ഇങ്ങനെ കിടത്തിയിട്ട് 2 ഹാൻഡ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യണം എന്നൊക്കെയാ പറയാം. അപ്പൊ അതിനൊക്കെ കുറച്ചും കൂടെ ഈസിയർ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് ഇങ്ങനത്തെ പില്ലോസ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു
കുറച്ചൊന്ന് ബേബി വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇരിക്കുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. എന്തായാലും ഒരു 6 months വരെയൊക്കെ യൂസ് ചെയ്യാം എന്തായാലും. അത്രയൊക്കെ പറ്റുമോ? അപ്പൊ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെന്താ പിന്നെ ഇതോ ഇത് ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് അറിയില്ല. ഇത് ഞാൻ നിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയൊരു ഇതാണ് ബേബി കുട്ടീനെ കിടത്തണ ബെഡ്. അല്ല, അപ്പൊ ബേബിനെ ക്യാരി ചെയ്യുന്ന ബാഗ് ഒന്നും മേടിച്ചിട്ടില്ല? ഇല്ല, മറന്നുപോയി. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്യുന്ന ബാഗ്സ് ഉണ്ടല്ലോ, അത് നല്ലതാ. അതൊന്ന് നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിലും ബേബിനെ അതിൽ ക്യാരി ചെയ്തിട്ട് പോകാം. ഡയപ്പർ ക്രീം വെച്ചാ? ഇല്ല. ഒരു ഡയപ്പർ ക്രീം ആക്ച്വലി നല്ലതാണ് കുറച്ചും കൂടെ നിനക്ക്. ഇനി ഇങ്ങനെ ഡയപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ റാഷ് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളൊരു ബാഗ്, ഹോസ്പിറ്റൽ ബാഗ് കവർ ചെയ്തു. പക്ഷെ ഇതിൽ കുറച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറയില്ലേ, ഇതിൽ ഓൾമോസ്റ്റ് കുറെ ഓവർ പാക്ഡ് ആണ്. പിന്നെ കുറച്ചും കൂടെ ലൂസൺ അപ്പ് ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിലെന്താ എല്ലാ അത്യാവശ്യ കാര്യങ്ങളല്ലേ? പറഞ്ഞാൽ എന്തൊക്കെയാണ് അത്യാവശ്യമാണോ? ഗ്രൂമിങ് കിറ്റാ? ഇതൊക്കെ അത്യാവശ്യമാണോ? ഇതൊക്കെ പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഗ്രൂം ചെയ്യണമെന്ന് തോന്നിയാൽ കുറച്ച് ഓവർ പാക്ഡ് ആണ്. ഒന്നും കൂടെ ലൈറ്റൻ അപ്പ് ആക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇനി ഇതിൽ തീരെ പാടില്ലാത്ത, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തീരെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള ഈ മെറ്റേണിറ്റി വെയർസ്, ഡ്രസ്സസ് ഒക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ജ്വല്ലറീസ്, വാല്യുബിൾ ആയിട്ടുള്ള വാച്ചസ്, കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ജ്വല്ലറീസ് ഒന്നും ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അത് കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. അതൊക്കെ ഊരി വെച്ചിട്ട് വന്നോളുക. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ്, വാച്ചസ്, റിങ്സ്, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം വരാൻ. പിന്നെ മണി, ഭയങ്കര ഒരുപാട് പൈസയൊന്നും കരുതണ്ട. ഇപ്പൊ ലൈക്ക് കാർഡ് കാര്യങ്ങളൊക്കെയാണല്ലോ, കാര്യങ്ങളൊക്കെ തീർന്നു. കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഓൾമോസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ ഒരു കൂളിംഗ് ഗ്ലാസിന്റെ കുറവുണ്ടല്ലോ, സ്റ്റൈലായിട്ട് വരാൻ വേണ്ടി. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയണം. അത് ഞാൻ പറഞ്ഞ ആദ്യത്തേതായോണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കുക നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. ആൻഡ് നന്നായിട്ട് ഞാനും കുട്ടിയും ആരോഗ്യത്തോടെ വരാൻ വേണ്ടിയിട്ട്. ആൻഡ് അപ്പം ലെറ്റ്സ് റാപ്പ് അപ്പ് ദ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.